ഹാഡിയേഴ്സ് 2024 കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കിസാറ്റിൻ്റെ MSc ഓഷ്യനോഗ്രാഫിയുടെ സ്പോട്ട് അലോട്ട്മെൻറ്റ് നോട്ടീസാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി 2 അലോട്ട്മെൻറ്റ് കഴിഞ്ഞു. ഇനി വരുന്ന വേക്കൻസീസ് അത് ഡിപ്പാർട്ട്മെൻറ്റാണ് ഫില്ല് ചെയ്യുന്നത്. സോ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്കൽ ഓഷ്യനോഗ്രാഫിയാണ് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 4 വ്യാഴാഴ്ച 11 മണിക്കാണ് കേട്ടോ, രാവിലെ 11 മണിക്കാണ്. സോ ഇതിൽ വേക്കൻസി വന്നേക്കുന്നത് ജനറൽ കാറ്റഗറിയിൽ 1, ഓൾ ഇന്ത്യ കോട്ടയിൽ 2, MSM മുസ്ലിം കാറ്റഗറിയിൽ 2ആണ്. അപ്പോൾ ഇത്രയും സീറ്റുകളിലേക്ക് നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഓഷ്യനോഗ്രാഫിയുടെ കാറ്റ് റാങ്ക് 100 വരെ വന്നേക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഇതിൽ കാറ്റ് റാങ്ക് 100 വരെ വന്നേക്കുന്ന കുട്ടികൾ MSM കാറ്റഗറിയിലാണെങ്കിലും ഇനി ഓൾ ഇന്ത്യ കോട്ടയിൽ അല്ലെങ്കിൽ എല്ലാവർക്കും അപ്ലൈ കൊടുക്കാൻ പറ്റുന്നതാണ് ഓൾ ഇന്ത്യ കോട്ട, ജനറലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത്രയും ഇതിലേക്ക് വരാവുന്നതാണ് കേട്ടോ, എലിജിബിളാണ്. അവർക്ക് ഇത് സ്പോട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി SC കാറ്റഗറിയിൽ നമുക്ക് കാൻഡിഡേറ്റ് വിത്ത് കാറ്റ് റാങ്ക് ഫ്രം അപ് ടു 200 വരെ നമ്മൾക്ക് SC കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് എലിജിബിളാണ് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട്. ഇനി ഫിസിക്കലായി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളുടെ സീറ്റ് വന്നേക്കുന്ന 1ആണ്. NRIക്കും 1, ട്രാൻസ്ജെൻഡേഴ്സിന് 2 സീറ്റുണ്ട്, ലക്ഷദ്വീപ് കോട്ടയ്ക്ക് 1 സീറ്റുണ്ട്, ഇൻ്റലക്ച്വൽ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളുടെ 1 സീറ്റുണ്ട്. അപ്പോൾ ഇത്രയും സീറ്റുകളിലേക്ക് ഈ ഒരു കാറ്റ് റാങ്കിൽ വന്നേക്കുന്ന എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു റിസർവേഷനിൽ വരുന്നവരായിരിക്കണം കേട്ടോ. ഫിസിക്കലി ഡിസേബിൾ, NRI, TG, ലക്ഷദ്വീപ് കോട്ടയുടെയൊക്കെ റിസർവേഷൻ ഉള്ളവരായിരിക്കണം. അങ്ങനെയുള്ള എല്ലാ കുട്ടികൾക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്കറിയാം ഇതൊരു സ്പോട്ട് അലോട്ട്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾക്ക് ഫീസ് അടയ്ക്കണം. പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ ഹാജരാക്കണം. അപ്പോൾ നമ്മുടെ 10th മുതൽ ഇതുവരെയുള്ള സർട്ടിഫിക്കറ്റുകൾ എല്ലാം തന്നെ ഒറിജിനലും എല്ലാത്തിൻ്റെയും 2 കോപ്പീസ് സെൽഫ് അറ്റസ്റ്റഡ് ആണ്. ദാറ്റ് മീൻസ് നിങ്ങൾ തന്നെ അറ്റസ്റ്റ് ചെയ്ത കോപ്പീസ് വേണം. പിന്നെ നമുക്ക് 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും റിസർവേഷനിലാണ് നിങ്ങൾ ക്ലെയിം ചെയ്യണം. ഇപ്പോൾ മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ OBC NCL സർട്ടിഫിക്കറ്റ്, SC ആണെങ്കിൽ അതനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഏതെങ്കിലും റിസർവേഷനിലാണ് നിങ്ങൾ ക്ലെയിം ചെയ്യുന്നത് ഈ ഒരു സീറ്റെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും വേണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്നുള്ളതാണെങ്കിൽ ആ ഒറിജിനലും 2 കോപ്പിയും കൂടി വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം തന്നെ ഓരോ കോപ്പീസും നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക കേട്ടോ. അതിനുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് സർട്ടിഫിക്കറ്റുകൾ സൂക്ഷിക്കാം. അപ്പോൾ ഫീസ് അടക്കാൻ നമുക്ക് ആ ഒരു ദിവസം ചിലപ്പോൾ വൈകിട്ട് ഒരു 5 മണി വരെ സമയം തന്നേക്കാം കേട്ടോ. അത് നിർബന്ധമില്ല, സാധാരണ അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ ഫീസ് അടക്കണം. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഫീസ് അടക്കുക, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് ഈ ഒരു കോഴ്സിന് ജനറൽ കാറ്റഗറിക്ക് 8,680 രൂപയാണ് വരുന്നത്. ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് 9,430 രൂപയും, SC കാറ്റഗറിക്ക് 1,500 രൂപയും, NRIക്ക് 64,620 രൂപയാണ് നമുക്ക് ഫീസ് അടയ്ക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ ഈ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്ന വെന്യൂ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്കൽ ഓഷ്യനോഗ്രാഫി 6th floor, അക്കാദമിക് ബ്ലോക്ക് 2nd, സ്കൂൾ ഓഫ് മറൈൻ സയൻസ്, ലേക്ക് സൈഡ് ക്യാമ്പസ്, കിസാറ്റ്, ഫൈൻ ആർട്സ് അവന്യൂ, കൊച്ചിനാണ്. അപ്പോൾ ഇത് കളമശ്ശേരിയിലുള്ള കിസാറ്റിൻ്റെ ക്യാമ്പസിലല്ല ഇത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ഫൈൻ ആർട്സ് അവന്യൂ കൊച്ചിനാണ് ഇതിൻ്റെ ക്യാമ്പസ്. ലേക്ക് സൈഡ് ക്യാമ്പസ് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ക്യാമ്പസിലാണ്. നിങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷൻ അറിയണം എന്നുണ്ടെങ്കിൽ ഇവിടെ ലൊക്കേഷൻ സ്കാൻ ചെയ്യാനുള്ള കോഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷനായിട്ട് ഇവിടെ ഫോൺ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കോൺടാക്റ്റ് ചെയ്താൽ കൂടുതൽ ഇൻസ്ട്രക്ഷൻ എന്തെങ്കിലും കിട്ടും. ചിലപ്പോൾ ഇനി രജിസ്ട്രേഷൻ ഉണ്ടോ, സാധാരണ ക്യുസാറ്റ് ഒരു രജിസ്ട്രേഷൻ പറയാറുണ്ട്, ഓൺലൈൻ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ അവിടെ ചെന്നിട്ടുള്ള രജിസ്ട്രേഷൻ. അപ്പോൾ അതിനെപ്പറ്റി ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും 11 മണിക്ക് തന്നെ എത്താം. പിന്നെ ഇങ്ങനെ ആ രജിസ്ട്രേഷനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നമ്പറിൽ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. കറക്റ്റ് ടൈമിൽ, കറക്റ്റ് ഡേറ്റിൽ, കറക്റ്റ് വെന്യൂവിൽ എത്തിച്ചേരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.